അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-alpha റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 3 ചൊവ്വാഴ്ച. ആലപ്പുഴ കളർകോട് ചങ്ങനാശ്ശേരി മുക്ക് ജംഗ്ഷനിൽ കാറും KSRTC ബസും കൂട്ടിയിടിച്ച് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി, മലപ്പുറം സ്വദേശി ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. ഗുരുവായൂർ കായംകുളം ഫാസ്റ്റ് പാസഞ്ചർ ബസും കാറും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. കാറിൽ 11 പേർ ഉണ്ടായിരുന്നതായാണ് വിവരം. പരിക്കേറ്റവർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത മഴയിൽ കാഴ്ച അവ്യക്തമായതും റോഡിൽ വാഹനം തെന്നിയതുമാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ, അതിതീവ്ര മഴ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീവ്ര മഴ സാധ്യത പ്രവചിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതി അപകടങ്ങളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് KEB അറിയിച്ചു. മരക്കൊമ്പുകൾ വീണോ മറ്റോ വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കാനോ ചാഞ്ഞുകിടക്കാനോ സാധ്യതയുണ്ടെന്നും രാത്രികാലങ്ങളിലും പുലർച്ചെയും പുറത്തിറങ്ങുമ്പോൾ തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് പുതുക്കിയ വൈദ്യുതി നിരക്ക് വർധന ഈ ആഴ്ച അവസാനം പ്രഖ്യാപിക്കും. 2024-25 വർഷത്തെ പുതുക്കിയ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിക്കാനാണ് റെഗുലേറ്ററി കമ്മീഷന്റെ തയ്യാറെടുപ്പ്. നിലവിലെ യൂണിറ്റിന് ശരാശരി 4.45% നിരക്ക് വർധനയാണ് KEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷം സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ നടത്തിയ സ്ഥിര നിയമനം റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇത് സംബന്ധിച്ച് പ്രചരിച്ചിരുന്ന വാർത്ത തെറ്റാണെന്നും മന്ത്രി സ്ഥിരീകരിച്ചു. ഹൈക്കോടതി വിധിക്ക് വിരുദ്ധമായുള്ള പ്രപ്പോസലുകൾ തിരികെ നൽകാൻ മാത്രമാണ് നിർദ്ദേശം നൽകിയതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അപ്രകാരം സർക്കുലർ ഇറക്കിയിട്ടില്ലെന്നും മന്ത്രി വിശദീകരണം നൽകി. IAS ഉദ്യോഗസ്ഥൻ K. ഗോപാലകൃഷ്ണനെതിരെ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് റിപ്പോർട്ട്. പ്രാഥമിക അന്വേഷണം നടത്തിയ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ് റിപ്പോർട്ട് നൽകിയത്. സുപ്രീം കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട്. കൊല്ലം DCC ജനറൽ സെക്രട്ടറി നൽകിയ പരാതിയിലായിരുന്നു പ്രാഥമിക അന്വേഷണം. ചെങ്ങന്നൂർ മുൻ MLA K. രാമചന്ദ്രന്റെ മകന്റെ നിയമനത്തിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന്റെ അധികാര ദുർവിനിയോഗവും സ്വജന പക്ഷപാതവും കണ്ടെത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് K. സുധാകരൻ MP. ഹൈക്കോടതി റദ്ദാക്കിയ നിയമനമാണ് സുപ്രീം കോടതിയും ശരിവച്ചത്. പരമോന്നത കോടതിയിൽ നിന്ന് വരെ തിരിച്ചടി കിട്ടിയ മുഖ്യമന്ത്രിക്ക് ഇനി അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും സുധാകരൻ പറഞ്ഞു. ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിലുള്ള പള്ളികൾ ബലം പ്രയോഗിച്ച് ഏറ്റെടുത്ത് ഒരു വിഭാഗത്തിന് കൈമാറുന്നത് സഭാ തർക്കം പരിഹരിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം അല്ലെന്ന് കേരളം സുപ്രീം കോടതിയിൽ. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും പള്ളികളുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ 6 മാസത്തെ സമയം കൂടി അനുവദിക്കണമെന്നും കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. മുനമ്പത്തെ സമരം നടക്കുന്ന ഭൂമി വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദാനം കൊടുത്ത സമയത്ത് ആളുകൾ താമസിക്കുന്ന ഭൂമിയാണിതെന്നും അങ്ങനെയുള്ള ഭൂമി വഖഫായി നൽകാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുനമ്പം സമരപന്തൽ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാനായി റോമിലെത്തിയ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്കിടെ ഇസ്ലാമിക കലയെയും വാസ്തുകലയെയും സംബന്ധിച്ച പുസ്തകം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാർപ്പാപ്പയ്ക്ക് കൈമാറി. പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അനർഘമായ നിമിഷങ്ങളായിരുന്നു കൂടിക്കാഴ്ചയെന്നും മനുഷ്യർ ആശയവ്യത്യാസങ്ങളുടെ പേരിൽ വെവ്വേറെ കളങ്ങളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ
പാരസ്പര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം പകരുന്ന ഓരോ കൂടിക്കാഴ്ചയും പവിത്രമാണെന്നും തങ്ങൾ പറഞ്ഞു. പാലക്കാട്ടെ നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കോൺഗ്രസ് നേതാക്കൾ ട്രോളി ബാഗിൽ പണം എത്തിച്ചെന്ന പരാതിയിലാണ് തെളിവ് കണ്ടെത്താൻ ആകാത്തത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുയർന്ന ട്രോളി ബാഗ് വിവാദത്തിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി പാലക്കാട് എസ്പിക്ക് നൽകിയത്. വിവാദത്തിൽ തുടർ നടപടി ആവശ്യമില്ലെന്നും കേസ് അവസാനിപ്പിക്കുമെന്നും എസ്പി പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഉയർന്ന നീല ട്രോളി ബാഗ് വിവാദത്തിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ പെട്ടിനാടകം പൊളിഞ്ഞെന്ന് പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രി എം പി രാജേഷും അളിയനും നടത്തിയ നാടകമാണിതെന്ന് രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ച വി ഡി സതീശൻ എം പി രാജേഷ് പൊതുജനത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജനഹിതം അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സിപിഎമ്മും ബിജെപിയും കള്ളപ്പണ ആരോപണം ഉന്നയിച്ചതെന്ന് പാലക്കാട്ടെ നിയുക്ത എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ. പെട്ടിക്കകത്തും ഇവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിലും ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ പാലക്കാട്ടെ ജനങ്ങളെ താൻ അഭിവാദ്യം അറിയിക്കുകയാണെന്നും ഇതൊക്കെ വിശ്വസിച്ച ജനഹിതം മറിച്ചായിരുന്നെങ്കിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ കഴിയുമായിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. കരുവന്നൂർ കേസിൽ സുപ്രധാന നിരീക്ഷണവുമായി ഹൈക്കോടതി. PR അരവിന്ദാക്ഷനും CK ജിൽസിനും എതിരായ ED ആരോപണങ്ങളിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സംശയം പ്രകടിപ്പിച്ചു. ED ആരോപിക്കുന്നത് പോലുള്ള കുറ്റകൃത്യം ഇവർ ചെയ്തതായി കരുതാൻ ന്യായമായ കാരണമില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. EDയുടെ വാദവും പ്രതികളുടെ മറുപടിയും വിലയിരുത്തിയ ശേഷമാണ് കോടതിയുടെ നിരീക്ഷണം. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് മുൻപിൽ ഹാജരായി മാതാപിതാക്കൾ മൊഴി നൽകി. മകൾക്ക് സഹപാഠികളായ 3 വിദ്യാർത്ഥിനികളിൽ നിന്നും ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനത്തെക്കുറിച്ച് വിശദമായി മൊഴി നൽകിയെന്ന് അച്ഛൻ പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രിൻസിപ്പലിന് വീഴ്ച പറ്റിയെന്നും മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതായും അച്ഛൻ സജീവ് വ്യക്തമാക്കി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് കൽപ്പറ്റ CI KJ വിനോയ് നൽകിയ പരാതിയിൽ വയനാട്ടിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയലിനെതിരെ പോലീസ് കേസ്. ദൈവം ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ മോനെ വിനോയ് തന്നെ വിടത്തില്ലെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പോസ്റ്റ്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ സഹായം നൽകുന്നില്ലെന്ന് ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ കൽപ്പറ്റ CI പ്രത്യേക ഉദ്ദേശത്തോടെ പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചിരുന്നത്. നേതാക്കളെ തെരഞ്ഞുപിടിച്ച് മർദ്ദിച്ചത് CIയുടെ നിർദ്ദേശപ്രകാരമാണെന്ന പരാതി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് നൽകുമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിച്ചു. കേരളത്തിലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് തോത് വിലയിരുത്താനും അതിനനുസരിച്ച് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനുമായി 2023 ആന്റിബയോഗ്രാം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പുറത്തിറക്കി. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഖോബ്രഗഡെയാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ്നാട് തിരുവണ്ണാമലൈ ഉരുൾപൊട്ടലിൽ കാണാതായ 7 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് എല്ലാ മൃതദേഹങ്ങളും കണ്ടെത്തിയത്. കനത്ത മഴയ്ക്ക് പിന്നാലെ ഞായറാഴ്ച വൈകിട്ട് 4:30യോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഫിൻജാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴക്കെടുതിയിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മരണം 21ആയി. തിരുവണ്ണാമലയിൽ 3 ഉരുൾപൊട്ടൽ ഉണ്ടായത്. സേലത്തെ വിനോദസഞ്ചാര കേന്ദ്രമായ ഏർക്കാടിലും ഉരുൾപൊട്ടി. കൃഷ്ണഗിരിയിൽ നിർത്തിയിട്ട ബസ്സുകൾ ഒലിച്ചുപോയി. വിഴുപ്പുറം ജില്ലയിലെ നദികൾ കരകവിഞ്ഞതോടെ ചെന്നൈയിൽ നിന്നും തെക്കൻ ജില്ലകളിലേക്കുള്ള യാത്ര ദുരിതപൂർണമായി. ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ 13 ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലേതുൾപ്പെടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും. വോട്ടിംഗ് യന്ത്രത്തിന് പകരം കമ്മീഷനെ തന്നെ പ്രതിക്കൂട്ടിലാക്കി ദേശവ്യാപക പ്രചാരണത്തിന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെയാണ് ഇത്. ഭരണഘടനയെക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. 13, 14 തീയതികളിൽ ലോക്സഭയിലും 16, 17 തീയതികളിൽ രാജ്യസഭയിലും ചർച്ച നടത്തും. ഇന്നു മുതൽ സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി.
ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ച് സിപിഐ. സഖ്യത്തിലെ വലിയ പാർട്ടികൾ ഇടത് പാർട്ടികളെ ഉൾക്കൊള്ളുന്നില്ലെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം പോലും പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ലെന്നും അതൃപ്തി ഇതിനോടകം തന്നെ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഡി രാജ വ്യക്തമാക്കി. ദില്ലിയിലെ മലിനീകരണത്തിൽ കടുത്ത നടപടികളുമായി സുപ്രീംകോടതി. യു.പി., ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ദില്ലി എന്നിവിടങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് വ്യാഴാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് സുപ്രീംകോടതി സമൻസ് അയച്ചു. ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും സുപ്രീംകോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. ഭാരതീയ കിസാൻ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാർലമെന്റ് മാർച്ചിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനമെടുക്കാൻ 4 ദിവസത്തെ സമയം നൽകി കർഷക സംഘടനകൾ. പഴയ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം സർക്കാർ നോയിഡയിലെയും മറ്റ് പ്രദേശങ്ങളിലെയും വികസനത്തിനായി കർഷകരുടെ കയ്യിൽ നിന്നും ഏറ്റെടുക്കുന്ന ഭൂമിയുടെ 10% വിഹിതം തിരിച്ചു നൽകണമെന്നതാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം. ഇതിനു പുറമെ നഷ്ടപരിഹാരമായി നൽകുന്ന തുകയിൽ 64% വർധനവും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. റുവാണ്ട ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ബ്ലീഡിംഗ് ഐ വൈറസ്, എംപോക്സ്, ഒറോ പൌഷെ എന്നീ മാരക രോഗങ്ങൾ പടരുന്നു. ബ്ലീഡിംഗ് ഐ എന്ന പേരിൽ അറിയപ്പെടുന്ന മാർബർഗ് രോഗം ബാധിച്ച് 15 പേർ ഇതിനകം മരിച്ചതായും 100-ലേറെ ആളുകളെ രോഗം ബാധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എബോള വൈറസ് ജനുസിൽപ്പെട്ട വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന മാർബർഗ് വൈറസിന് ഉയർന്ന മരണനിരക്കാണ് ഉള്ളത്. ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം പി.വി. സിന്ധു വിവാഹിതയാകുന്നു. ഹൈദരാബാദ് വ്യവസായിയും പോസിഡെക്സ് ടെക്നോളജീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ വെങ്കടദത്ത സായിയാണ് വരൻ. ഈ മാസം 22-ന് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വച്ചായിരിക്കും വിവാഹം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.